ഹായ് സ്റ്റുഡൻസ്, ടാക്ടിക്സ് അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആണവോർജത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ ട്രാൻസ്മ്യൂട്ടേഷൻ. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു ന്യൂട്രോൺ ബോംബാർഡ് ചെയ്യിപ്പിക്കണം. ഒരു ന്യൂട്രോൺ കൊണ്ടിടിപ്പിച്ച് ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റാം. അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാണ് പറയുക. അതായത് ഒരു മൂലകത്തിൽ ഒരു ന്യൂട്രോൺ കൊണ്ടിടിപ്പിച്ച് മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ. എന്നാൽ നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ട്. നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിൽ നിന്നും സ്വതന്ത്രമായി റേഡിയോ കിരണങ്ങൾ പുറത്തു വരിക. ആൽഫ, ബീറ്റ, ഗാമ തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറത്തു വന്ന് ഒരു മൂലകം മറ്റൊരു മൂലകമാക്കി മാറ്റാൻ പറ്റും. യുറേനിയത്തിൽ നിന്നും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറത്തുവിട്ട് അതിനെ പ്ലൂട്ടോണിയമാക്കി മാറ്റാൻ പറ്റും. അതായത് രണ്ട് തരം ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷനും നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷനും. ആർട്ടിഫിഷ്യൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അണുഭാരം കൂടിയ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ കൊണ്ടിടിപ്പിച്ച് ന്യൂക്ലിയർ ഫിഷൻ നടത്തി അതിൽ നിന്നും മറ്റൊരു മൂലകമാക്കി മാറ്റാം. നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ അതിൽ നിന്നും ഉത്സർജിച്ച് പുതിയ മൂലകങ്ങളായി മാറുന്നതാണ് നാച്ചുറൽ ട്രാൻസ്മ്യൂട്ടേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റേഡിയോ ആക്ടിവിറ്റി നിർണ്ണയിക്കുന്ന ഉപകരണം. റേഡിയോ ആക്ടിവിറ്റി നിർണ്ണയിക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. ഗീഗർ കൗണ്ടർ ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ ഗാമ കിരണങ്ങൾ, എക്സ്റേ കിരണങ്ങൾ എന്നിവയുടെ അളവ് രേഖപ്പെടുത്താൻ കഴിയും. റേഡിയോ ആക്ടിവിറ്റി നിർണ്ണയിക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അപ്പം ആവൃത്തി കൂടിയ വികിരണങ്ങളാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക. അപ്പൊ ഗാമ കിരണങ്ങളുടെയും എക്സ്റേ കിരണങ്ങളുടെയും അളവ് നിർണ്ണയിക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കാർബൺ 40. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 40. എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കാർബൺ 40 അടങ്ങിയിരിക്കുന്നു. അത് ഫോസിലുകൾ അവ മണ്ണിലടിഞ്ഞു ചേർന്ന് ഫോസിലുകൾ കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് കാർബൺ 40യുടെ അളവ് കുറഞ്ഞു വരുന്നു. കാർബൺ 40 ഒരു ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുക. കാർബൺ 6 ഉണ്ട്, കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. അതായത് കാർബണിന്റെ ആറ്റോമിക നമ്പർ എല്ലാം 6 ആണ്. പക്ഷേ കാർബണിന്റെ മാസ് നമ്പറിൽ മാറ്റം വരുന്നുണ്ട്. അതായത് കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്, കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. അതായത് കാർബൺ 6 തന്നെ രണ്ടെണ്ണം വരും. അതില് കാർബൺ 12 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. കാർബൺ 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതായത് എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കാർബൺ ഉണ്ടാവും. അപ്പൊ ഈ കാർബൺ 40 മരിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനനുസരിച്ച് ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് അതിന്റെ അളവിൽ വ്യത്യാസം വരും. പക്ഷെ കാർബൺ 12ന്റെ അളവിൽ യാതൊരു വ്യത്യാസവും വരില്ല. അപ്പൊ ഈ ജന്തുക്കളുടെ ശരീരത്തിലെ കാർബൺ 12ന്റെ അളവും കാർബൺ 14ന്റെ അളവും കമ്പയർ ചെയ്താണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ശോഷണം സംഭവിച്ച് ആദ്യ പിണ്ഡത്തിന്റെ പകുതിയാകുന്നതിന് വേണ്ടി വരുന്ന സമയം. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ശോഷണം സംഭവിച്ച് ആദ്യ പിണ്ഡത്തിന്റെ പകുതിയാകുന്നതിന് വേണ്ടി വരുന്ന സമയം, അതിനെ അർദ്ധായുസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാലം ചെല്ലുന്നതിനനുസരിച്ച്, അതായത് ഇത്ര വർഷം 5000 വർഷങ്ങൾ കഴിഞ്ഞാൽ 5700 ഏകദേശം 5780 വർഷം കഴിഞ്ഞാൽ അതിൽ നിന്നും കാർബൺ 14 പുറത്തുവിട്ട് അത് അതിന്റെ മാസിന്റെ പകുതിയായി മാറും. അത് ആദ്യ പിണ്ഡത്തിന്റെ പകുതിയായി മാറും. ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൽ നിന്നും, അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ശോഷണം സംഭവിച്ച് അതിന്റെ ആദ്യ മാസിന്റെ പകുതിയായി മാറും. അതിന് ഏകദേശം 5780 വർഷം എടുക്കും. ഇതാണ് ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് വികിരണങ്ങൾ പുറത്തുവിട്ട് ആൽഫ, ബീറ്റ, ഗാമ വികിരണങ്ങൾ പുറത്തുവിട്ട് അതിന്റെ ആദ്യ പിണ്ഡത്തിന്റെ പകുതിയാകുന്നതിന് 5780 വർഷം എടുക്കും. ഇതിനെയാണ് ആ റേഡിയോ ആക്റ്റീവ് ഉപകരണത്തിന്റെ അർദ്ധായുസ് അല്ലെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്
ശോഷണം സംഭവിച്ച് അത് പകുതിയാകാൻ വേണ്ട കാലയളവാണ് അതിന്റെ അർദ്ധായുസ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ മണ്ണിനടിയിൽ പെട്ടുപോയ ഫോസിലുകളും ഇതിൽപ്പെടും. അതിലെ ഫോസിലിന്റെ കാലപ്പഴക്കം, ഫോസിലിന്റെ കാർബൺ 14 ഉത്സർജിച്ച് അത് പകുതിയാകാൻ വേണ്ട കാലയളവ്, അത് ഏകദേശം 5780 വർഷമെടുക്കും. അതാണ് ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ അർദ്ധായുസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേര്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ളത് ഐസോബാറുകളും, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒന്നുകൂടി നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ളത് ഐസോബാറുകളും, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പം ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും. അപ്പൊ അത് വരുന്നത് രണ്ടാമതാണ്. ഈ സ്ലൈഡിൽ രണ്ടാമത്തെ വരുന്ന കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും, അതായത് രണ്ടാമത്തെ സെക്ഷൻ, അതായത് ഐസോടോപ്പുകൾ കാണിച്ചു തരാം. ഐസോടോപ്പുകളാണ് ഇപ്പൊ പറഞ്ഞത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അപ്പോൾ ഒരേ ആറ്റോമിക നമ്പർ, രണ്ടാമത്തെ ഭാഗമാണ് സ്ലൈഡിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതാണ് പറഞ്ഞത്, ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഐസോടോപ്പുകൾ പറഞ്ഞതിന് ശേഷമാണ് ഐസോബാറുകൾ പറയുക. ഐസോബാറുകളാണ് മുകളിലുള്ളത്. അത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. ശ്രദ്ധിക്കണം, അടിയിലത്തേതാണ് ആദ്യം പറഞ്ഞത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറും. അതായത് ഹൈഡ്രജന് ഒരേ ആറ്റോമിക നമ്പർ വരുന്ന 3 ഹൈഡ്രജൻ, വ്യത്യസ്ത മാസ് നമ്പർ 1, 2, 3, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതുപോലെ തന്നെയാണ് കാർബണിന്റെ ഒരേ ആറ്റോമിക നമ്പർ, കാർബൺ 2 6, പക്ഷെ മാസ് നമ്പർ വ്യത്യസ്തം, കാർബൺ 12, കാർബൺ 14. ഇനി മുകളിലത്തെ നോക്കുക, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും, അതിനെ പറയുന്നതാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും. അതിന് എക്സാമ്പിൾ ആണ് ആർഗണും കാൽസ്യവും. ആർഗണിന്റെ ആറ്റോമിക നമ്പർ 18ഉം കാൽസ്യത്തിന്റെ ആറ്റോമിക നമ്പർ 20ഉമാണ്. ആർഗണിന്റെ ആറ്റോമിക നമ്പർ 18ഉം കാൽസ്യത്തിന്റെ ആറ്റോമിക നമ്പർ 20ഉമാണ്. എന്നാൽ അവയുടെ മാസ് നമ്പർ രണ്ടും 40ആണ്. എന്നാൽ അവയുടെ മാസ് നമ്പർ തുല്യമാണ് 40. അങ്ങനെ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണെങ്കിൽ അതിനെ നേരെ തിരിച്ചു പറയുക ഐസോബാറുകളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണെങ്കിൽ അത് ഐസോബാറുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1948. ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ സെക്രട്ടറി ഹോമി ജഹാംഗീർ ബാവയായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ, ഹോമി ജെ ബാബ. അതായത് ആണവോർജത്തിൽ ഇന്ത്യ വളരെ പിറകോട്ടായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ തന്റെ പഠനത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പോയി കാണുകയും ഇന്ത്യയിലെ ആണവ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ടാണ് 1948 ആറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിതമായത്. ഇതിന്റെ ആദ്യ സെക്രട്ടറി ഹോമി ജഹാംഗീർ ബാബയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയത് 1974. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യ ആണവ എനർജിയിൽ അല്ലെങ്കിൽ ആറ്റോമിക് എനർജിയിൽ വളരെ പിറകിലായിരുന്ന സമയത്തും മറ്റു രാജ്യങ്ങളെല്ലാം ആണവ ശക്തി ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്തും ഇന്ത്യക്ക് സ്വന്തമായ ഒരു ആണവ ശക്തി ഇല്ല എന്ന് കണ്ടതിനു ശേഷം ഇന്ദിരാഗാന്ധി വളരെ രഹസ്യമായിട്ടാണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് ഈ ആണവ പരീക്ഷണം നടത്തുന്നത്. അതായത് ബുദ്ധന്റെ ജന്മദിനമായ ഈ ദിവസത്തെ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ പിന്നീട് നാമകരണം ചെയ്യപ്പെട്ടു. ബുദ്ധന്റെ ജന്മദിനമായ ഈ ദിനം അതായത് ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയത് പൊക്രാനിലായിരുന്നു, രാജസ്ഥാനിലെ. അന്ന് ബുദ്ധന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് ഈ അണുവിസ്ഫോടനത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേര് കൊടുത്തു. ഈ അണുവിസ്ഫോടനം നടത്തിയത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്, യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസ്താവിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബ. ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഹോമി ജഹാംഗീർ ബാബ.
ഇന്ത്യൻ ആറ്റോമിക് എനർജി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ബാവ. ഇന്ത്യ ആണവോർജത്തിൽ എത്ര പിറകിലാണെന്ന് മനസ്സിലാക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനെപ്പറ്റി പഠിക്കുകയും ചെയ്ത് ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാബയായിരുന്നു. ഈ ഹോമി ജഹാംഗീർ ബാബ തന്നെയാണ് ഇന്ത്യയുടെ ആണവ എനർജി അല്ലെങ്കിൽ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാനായി നിയമിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്ന 1948 ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ സെക്രട്ടറി ഹോമി ജഹാംഗീർ ബാബയായിരുന്നു. ഇന്ത്യയിൽ ആണവ നിലയങ്ങളിൽ ഇന്ത്യ വളരെ പിറകിലാണെന്നും ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 യുദ്ധം വന്ന ശേഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്ന ശേഷവും ഇന്ത്യക്ക് ആണവവുമായി ബന്ധപ്പെട്ട ഒരു മിസൈലുകളും ഇല്ലായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇന്ത്യയുടെ ആണവോർജം കൂടുതൽ സുഗമമാക്കാനും ഇന്ത്യയുടെ ആണവ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഹോമി ജഹാംഗീർ ബാബ സ്ഥാപിക്കുന്നത്. അതിന്റെ ആദ്യ ചെയർമാനെ നിയമിക്കപ്പെട്ടതും അദ്ദേഹം തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ട്രോംബെ, മഹാരാഷ്ട്ര. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ഹോമി ജഹാംഗീർ ബാബയുടെ പേരിൽ അറിയപ്പെടുന്ന ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ട്രോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയുടെ ആറ്റോമിക് എനർജി ഗവേഷണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. അതായത് ഇന്ത്യയുടെ ആണവോർജ ഗവേഷണ പദ്ധതികളെല്ലാം നടത്തുന്നത് ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ആണ്. ഇത് മഹാരാഷ്ട്രയിലെ ട്രോംബെയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം? പ്ലൂട്ടോണിയം. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയമാണ്. നമുക്കറിയാം, ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് യുറേനിയവും പ്ലൂട്ടോണിയവും. അപ്പോൾ ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ചത് പ്ലൂട്ടോണിയത്തെയാണ്. പ്ലൂട്ടോണിയം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ ഫിഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ആറ്റം ബോംബ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫിഷൻ ആണ്. അതായത് മാസ് കൂടിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് ഇടിപ്പിച്ച് കൂടുതൽ എനർജി സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് ആറ്റം ബോംബിൽ നടക്കുന്നത്. അടുത്തത്, സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഹെൻറി ബെക്കറൽ. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ബെക്കറൽ. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്നും ആൽഫ, ബീറ്റ, ഗാമ എന്നീ വികിരണങ്ങൾ പുറത്തുവിട്ട് അതിൽ നിന്നും റേഡിയോ ആക്റ്റീവ് ശോഷണം സംഭവിക്കുന്നു. അതായത് സ്വതന്ത്രമായി റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറത്തുവിടാനുള്ള കഴിവാണ് സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറി ബെക്കറൽ. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. അത് ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്ലേഴ്സ് ഫ്രാക്ലിബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ? അപ്സര. ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടറാണ് അപ്സര. അത് മഹാരാഷ്ട്രയിലെ ടോംബ്രയിലാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ, ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടറാണ് അപ്സര. അത് മഹാരാഷ്ട്രയിലെ ട്രോംബയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് വെച്ചാൽ ന്യൂട്രോണുകൾ, അതായത് ന്യൂട്രോണുകളുടെ വേഗത കൂട്ടി ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചെന്ന് ഇടിപ്പിച്ച് കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ. ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രോണുകളെ കൊണ്ടുചെന്ന് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഇടിപ്പിച്ച് ഒരുപാട് ഊർജം പുറത്തുവരുത്തുന്ന റിയാക്ടറുകളാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വന്നത് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കാമിനി എന്ന നദിയുടെ തീരത്താണ്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് സ്ഥിതി ചെയ്യുന്ന കാമിനിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വന്നത്. ഇത് വന്നതിന് ശേഷം തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏറ്റവും മുകളിലത്തെ ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറുകളിലെ അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുന്ന പദാർത്ഥങ്ങൾ?
ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ന്യൂട്രോണുകൾ അതിവേഗതയിൽ പോയി ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസുകളെ ഇങ്ങനെ വിഘടിപ്പിക്കും. അങ്ങനെ ആറ്റോമിക മാസ് കൂടിയ ന്യൂക്ലിയസ് ന്യൂട്രോണുകളുടെ അതിവേഗത മൂലം വിഘടിച്ച് ഒരുപാട് എനർജി പുറത്തുവിടും. അങ്ങനെ ഉണ്ടാകുന്ന ഈ എനർജിയെ കൺട്രോൾ ചെയ്യാനാണ് കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ചാണ് ഈ അധികമായി ഉണ്ടാകുന്ന എനർജിയെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മറ്റൊരു മാർഗമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും വരുന്ന അതിവേഗതയുള്ള ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കുക. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് യുറേനിയവും പ്ലൂട്ടോണിയവും. ഈ ഇന്ധനങ്ങളെ ഈ ന്യൂക്ലിയസുകളെ വിഘടിപ്പിച്ചാണ് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ആണവോർജം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കണമെങ്കിൽ ന്യൂട്രോണുകളെ ശക്തമായി പായിപ്പിക്കുകയാണ് ചെയ്യുക. അതായത് ശക്തമായിട്ട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും, വെലോസിറ്റി കൊടുക്കും. അപ്പം ഈ ന്യൂക്ലിയർ റിയാക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ കാഡ്മിയം ദണ്ടുകൾ ഉപയോഗിച്ച് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കണം. ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മോഡറേറ്ററുകൾ. ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് മോഡറേറ്ററുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മോഡറേറ്ററുകൾക്ക് ഉദാഹരണങ്ങൾ. ഗ്രാഫൈറ്റ് ഗണജലം മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ന്യൂട്രോണുകളുടെ വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഗ്രാഫൈറ്റ് ഗണജലം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ. ശീതീകാരികൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂക്ലിയർ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ അത്യധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത്തരം താപത്തെ നീക്കം ചെയ്യാൻ റിയാക്ടറുകളിൽ തന്നെ ശീതീകാരികൾ ഉണ്ട്. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന താപം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ന്യൂക്ലിയർ റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന താപം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ശീതീകാരികൾ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ ഫിഷനിൽ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണം ന്യൂട്രോൺ. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത് പ്രധാനമായും ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യുറേനിയവും പ്ലൂട്ടോണിയവുമാണ് ഉപയോഗിക്കുക. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഏത് ന്യൂക്ലിയസ് ഉപയോഗിച്ചാലും അതിൽ നിന്നും എനർജി പുറത്തു വരണമെങ്കിൽ ആ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത്തരം ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാനാണ് ന്യൂട്രോൺ ഉപയോഗിക്കുക. ന്യൂക്ലിയർ ഫിഷനിൽ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണം ന്യൂട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ റിയാക്ടറുകളിൽ അത്യധികമായി താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തെ കൺട്രോൾ ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ശീതീകാരികൾ എന്ന് പറയുന്നത്. ശീതീകാരികൾക്ക് ഉദാഹരണം കാർബൺ ഡയോക്സൈഡ്, ദേവാസോഡിയം, ഗണജലം. അപ്പൊ ശീതീകാരികളായി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡയോക്സൈഡ്, ദേവാസോഡിയം, ഗണജലം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ശീതീകാരികൾ ഉപയോഗിച്ചാൽ മാത്രമേ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം കുറയുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, യുറേനിയം കാർബൈഡ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ആദ്യ രാജ്യം ഏത്? ഇന്ത്യയാണ് യുറേനിയം കാർബൈഡ് ഇന്ധനമായി ഉപയോഗിച്ച ആദ്യ രാജ്യം. യുറേനിയം കാർബൈഡ് ഇന്ധനമായി ഉപയോഗിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തമോഗർത്ത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ ഹോക്കിൻസ്. തമോഗർത്ത സിദ്ധാന്തം. തമോഗർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ഗുരുത്വാകർഷണ ബലം മൂലം ഈ തമോഗർത്തം വലിച്ചെടുക്കുന്നു. അതിശക്തമായ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഗുരുത്വാകർഷണ ബലമാണ് തമോഗർത്തത്തിൽ ഉണ്ടാവുക. തമോഗർത്തം പ്രകാശത്തെ പോലും ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പം ഈ തമോഗർത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ തിയറിയുടെ ഉപജ്ഞാതാവാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സ് വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. ശരീരം പോളിയോ വന്ന് തളർന്നു പോയിട്ടും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഗവേഷണം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് തമോഗർത്ത സിദ്ധാന്തം ആവിഷ്കരിച്ചത്. തമോഗർത്ത സിദ്ധാന്ത പ്രകാരം അപാരമായ ഗുരുത്വാകർഷണ ബലം മൂലം തമോഗർത്തത്തിന് ചുറ്റുമുള്ള എല്ലാ നക്ഷത്രങ്ങളെയും പദാർത്ഥങ്ങളെയും തമോഗർത്തം അതിൽ ആകർഷിക്കുകയും പ്രകാശത്തെ പോലും അത് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അടുത്തത് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ
തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി സമയത്തിനനുസരിച്ച് വസ്തുക്കളുടെ സ്ഥാനം എങ്ങനെ മാറുന്നു എന്നത് പ്രസ്താവിക്കുന്ന തിയറിയാണ് ആപേക്ഷിക സിദ്ധാന്തം. തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതിന്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ.